അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത് വർദ്ദത്തുൽ ഹാനി അവസാനം പറയുകയാണ്. ഇപ്പോൾ കാലം അവരുടെ മനസ്സിൽ, ആ ജനങ്ങളുടെ മനസ്സിൽ സ്നേഹത്തോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, മഹബത്തിനോടുള്ള മഹബത്ത് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇവിടെ ഇങ്ങനൊരു വർദ്ദത്തുൽ ഹാനി ജീവിച്ചിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ വർദ്ദത്തുൽ ഹാനിൻ്റെ ഖബറിൻ്റെ അരികിലൂടെ അവർ നടന്നു പോകുമ്പോൾ ഇതാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ വർദ്ദത്തുൽ ഹാനി ഇവിടെയാണ് ഉറങ്ങുന്നത് എന്നൊക്കെ അവരതിനെക്കുറിച്ച് സ്മരിക്കും എന്നൊക്കെ വർദ്ദത്തുൽ ഹാനി പറഞ്ഞിരുന്നു. അതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. എന്നിട്ട് ഇനി ഓദർ പറയണം. വർദ്ദത്തുൽ ഹാനിൻ്റെ ഈ കഥയുടെ ഓദറാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ ബാക്കി. വലം തന്തഹി സയ്യിദത്തു വർദ്ദത്തു മിൻ കലാമിഹ ഹത്ത ഫുതിഹൽ ബാബു. അങ്ങനെ വലം തന്തഹി സയ്യിദത്തു വർദ്ദത്തു മിൻ കലാമിഹ, ഈ വർദ്ദത്തുൽ ഹാനി അവരുടെ സംസാരം അവസാനിപ്പിച്ചില്ല. ഹത്ത, അപ്പോഴേക്കും ഫുതിഹൽ ബാബു, ആ വാതിൽ തുറക്കപ്പെട്ടു, അവരുടെ വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. വദഖല അലൈന ഫതൻ നഹിലുൽ ഖിവാമി എന്ന് പറഞ്ഞ ശരീരം മെലിഞ്ഞ ഒരു പുരുഷൻ ഞങ്ങളുടെ അടുക്കിലേക്ക് പ്രവേശിച്ചു ആ വാതിലിലൂടെ. ജമീലുൽ വജ്ഹ്, അയാളുടെ മുഖം ഭയങ്കര സുന്ദരമാണ്. തൻകസിബു മിൻ ഐനൈഹി അശ്അത്തുൻ സിഹ്രിയ, അയാളുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ഒരു മാസ്മരികമായ കിരണങ്ങൾ ഇങ്ങനെ ഉതിർന്നു വരുന്നുണ്ട്. വതസീലു അലാ ശഫതൈഹി ബിതിസാമത്തിൻ ലത്തീഫ, അയാളുടെ ചുണ്ടുകളുടെ മേലിൽ ഒരു നേരിയ ചിരി ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്, ഒരു നേരിയ ചിരി ഇങ്ങനെ പ്രകടമായി വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പുരുഷൻ ഞങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു വന്നു. ഫവഖഫത്ത് സയ്യിദത്തു വർദ്ദത്തു, അങ്ങനെ അപ്പോൾ വർദ്ദത്തുൽ ഹാനി അവിടെ നിന്നു. എന്നിട്ട് അംസകത് ബിദറാഇഹ്, ആ പുരുഷൻ്റെ കൈകൾ പിടിച്ചു. വർദ്ദത്തുൽ ഹാനി ബിൻ ഇഅ്താഫിൻ, ഒരു ഭയങ്കര സ്നേഹത്തോടെ വാത്സല്യത്തോടെ അയാളുടെ കൈകളെ പിടിച്ചു. കുല്ലി മിൻ ഇഅ്താഫിൻ കുല്ലിയൻ, ഒരു മുഴുവൻ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അയാളുടെ കൈകളെ വർദ്ദത്തുൽ ഹാനി പിടിച്ചു. ഖദ്ദമതുഹു ഇലയ്യ, എന്നിട്ട് അയാളെ എൻ്റെ അടുക്കിലേക്ക് വർദ്ദത്തുൽ ഹാനി മുന്നടിച്ചു. ബഅദൻ ലഫളത്ത് ഇസ്മി മുദീരൻ ബികലിമത്തി ലതീഫത്തിൻ വസ്മുഹു, അപ്പോൾ ബഅദൻ ലഫളത്ത് ഇസ്മി, എൻ്റെ പേര് അവൾ ഉച്ചരിച്ചതിന് ശേഷം അയാളെ എൻ്റെ അടുക്കിലേക്ക് അവൾ കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ പേര് എങ്ങനെ ഉദ്ധരിച്ചത്? മുദീലൻ ബി കലിമത്തിൻ ലതീഫത്തിൻ വസ്മുഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലളിതമായ ഒരു കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് അതിനോട് തുടർന്നുകൊണ്ട് അതിനൊരു വാലാക്കിയിട്ട്, മുദീലൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വാലാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഇസ്മുഹു വസ്മുഹു എന്ന് പറഞ്ഞെന്ന ആ വാക്ക് പറഞ്ഞതിന് ശേഷം അതിനോട് തുറന്നുകൊണ്ട് എൻ്റെ പേരും അവൾ ഉച്ചരിച്ചു. എന്നിട്ടാണ് എൻ്റെ അടുക്കിലേക്ക് ആ പുരുഷനെ അവർ കൊണ്ടുവന്നത്. മഷ്ഫൂഅൻ ബിൻ നദ്റത്തിൻ മഅനവിയ്യ, എന്തോ ഒരു ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം എന്നെ നോക്കിക്കൊണ്ടാണ് അവൾ അദ്ദേഹത്തെ എൻ്റെ അടുക്കിലേക്ക് മുന്നരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് പറയാണ് ഫഅറഫ്തു, അപ്പോൾ പറയാൻ ഓദർ പറയാൻ ഫഅറഫ്തു, അപ്പം ഞാൻ മനസ്സിലാക്കി അന്നഹു ദാലിക ശബാബ്, ഇതാണ് ആ പുരുഷൻ, ഇവൾ ഇതുവരെ പറഞ്ഞിരുന്ന, ഇവൾക്ക് അവസാനമായി സ്നേഹം കിട്ടാൻ വേണ്ടി ഇവൾ പോയിട്ടുള്ള ആ പുരുഷൻ, ഒരു പുരുഷൻ്റെ അടുക്കിലേക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി അവൾ പോയി ചേക്കേറി എന്നൊക്കെ പറഞ്ഞതല്ലോ, ആ പുരുഷൻ ഇയാളാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് ഓദർ പറയുന്നത്. അല്ലത്തി അങ്കറത്തിൽ ആലം വഖാലഫ് അന്നഹു ദാലിക ശബാബ്, ഇതാണ് ആ പുരുഷൻ. എങ്ങനെയുള്ള ഏത് പുരുഷൻ? അല്ലതി, എങ്ങനെയുള്ള പുരുഷനാണ്? അങ്കറത്ത്, ഈ വർദ്ദത്തുൽ ഹാനി നിഷേധിച്ചു, ആലമ, ലോകത്തിനെ വർദ്ദത്തുൽ ഹാനി വെറുത്തു. വഖാലഫത്ത് ശറഅ, അതുപോലെ വർദ്ദത്തുൽ ഹാനി ശരീഅത്തിനോട് എതിരാവുകയും ചെയ്തു. വത്തഖാലീദ, അതുപോലെ പിന്തുടർച്ചകളോട്, ആ സമൂഹത്തിന് പിന്തുടർച്ച ആ ഒരു കസ്റ്റംസ് ആചാരങ്ങളോടൊക്കെ വർദ്ദത്തുൽ ഹാനി എതിരായി. മിൻ അജ്ലിഹി, ആ ഒരു പുരുഷന് വേണ്ടി. അപ്പോൾ ആ ഒരു പുരുഷന് വേണ്ടി വർദ്ദത്തുൽ ഹാനി ഈ ലോകത്തെ വെറുത്തു. പിന്നെ അതുപോലെ ലോകത്തിൻ്റെ ആചാരങ്ങളോടൊക്കെ അവരെതിരായി, അവരുടെ വിധി നിയമങ്ങളോടൊക്കെ എതിരായി എന്ന് പറഞ്ഞു. ആ പുരുഷൻ ഇതാണ്, ഇയാൾക്ക് വേണ്ടിയാണ് ഇവൾ റഷീദ് ബിൻ ഉമാൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയത് എന്നൊക്കെ ഓദർ പറയണം. ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പറയാം. സുമ്മജലസ്ന ജമിഅൻ, പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് സ്വാമിത്വൻ മൗനം പാലിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്നു. എന്താണ് കാരണം? ലിൻഷാലി കുല്ലിമിന്ന ബി മാരിഫത്ത് റഈൽ ആഖർ ഫീഹി, ലിൻഷാലി കുല്ലിമിന്ന, ഞങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി ജോലിയായി, അതായത് ഞങ്ങൾ അറിയാൻ ആഗ്രഹിച്ച് ഇപ്പം മാരിഫത്ത് റഈൽ ആഖർ ഫീഹി, ഈ വിഷയത്തിൽ വേറൊരാളുടെ അഭിപ്രായം, ഇത് അയാൾ തന്നെയാണോ എന്നുള്ള ഒരു വിഷയത്തിൽ വേറെ ആരെങ്കിലും ഒരഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നത് കിട്ടുമെന്നുള്ള ആ ഒരു ചിന്തയിൽ മുഴുകി ഞങ്ങളവിടെ എല്ലാവരും മൗനം പാലിച്ചിരുന്നു. ഹത്ത, അപ്പോഴേക്കും ഇതൻ മറത്ത് ദഖീഖത്തുൻ മംലൂ, അവിടെ ഒരു മംലൂഅത്തുൻ മിന സക്കീന, ഒരു ശാന്തതയാൽ നിറക്കപ്പെട്ട ഒരുപാട് കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞു പോയി.
അല്ലത്തി എങ്ങനെയുള്ള ശാന്തതയാൽ നിറക്കപ്പെട്ട സമയമാണ്. തസ്തമീലു നുഫൂസ് ഇലൽ മലഇൽ അഅല, ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ജനങ്ങൾ നഫ്സുകൾ മലഇൽ അഅലയിലേക്ക് ചായും എന്ന് പറഞ്ഞു. അതായത് അവരിങ്ങനെ ചിന്തിച്ച് നല്ല ഉയർന്ന് ചിന്തിക്കാൻ തുടങ്ങും ആ ഒരു സമയത്ത്. അങ്ങനെയുള്ള ഒരു ശാന്തമായ കുറച്ച് സമയം അവിടെ കടന്നുപോയി. എന്നിട്ട് ഓദർ പറയാൻ നവർത്തിരിക്കുമോ, ഞാൻ ആ വർദ്ധത്തിൽ ഹാനിയിലേക്കും ആ പുതുതായി കടന്നു വന്ന ആ പുരുഷനിലേക്കും ഞാൻ നോക്കി. വഖദ് ജലസ അഹദുഹുമ ബിജാനിബിൽ ആഖർ, അതിലൊരാൾ മറ്റൊരാളുടെ അടുത്തിരിക്കുന്നുണ്ട്. ഫറഅയ്തു മാലം അർഹഖത്തു, അപ്പം എന്ത് ചെയ്തു, ഞാൻ ഇതുവരെയും കാണാത്ത ചില സംഭവങ്ങളൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞത്. വഅറഫ്തു ബിലഹ്ദത്തിൻ ഒരു ചുരുങ്ങിയ സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി. മാന ഹിക്കായത്ത് സയ്യിദ വർദ്ധത്തിൽ ഹാനിയുടെ ആ സംഭവങ്ങളുടെയൊക്കെ ഉദ്ദേശം, അതിൻ്റെയൊക്കെ രഹസ്യം, അവളുടെ ഇതുവരെ ഉണ്ടായ ഈ കഥകളുടെയൊക്കെ രഹസ്യം എനിക്ക് ആ ചുരുങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി. വഅദ്റക്തു, എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. സിർ ഇഹ്തിജാജിഹ അലൽ ഹൈഅത്തിൽ ഇജ്തിമാഇയ്യ, ആ ഒരു സമൂഹത്തിനെതിരെ അവൾ തെളിവ് പിടിച്ചത്, ആ ഒരു സമൂഹത്തിനെതിരെ അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹത്തിനെതിരായിട്ട് അവൾ നിന്നതിൻ്റെ കാര്യവും അതിൻ്റെ രഹസ്യം എന്താണ്, എന്തുകൊണ്ടാണ് അവൾ ആ സമൂഹത്തിനെതിരായി നിന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നാണ് ഓദർ പറയുന്നത്. എങ്ങനെയുള്ള സമൂഹമാണ് അല്ലത്തി, എങ്ങനെയുള്ള സമൂഹമാണ് തൽതുഹിദുൽ അഫ്രാദ, അവർ ഈ വ്യക്തികളോടൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കും, വ്യക്തികളോടൊക്കെ ഇങ്ങനെ എതിരായി നിൽക്കും, അവരോടൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കും. എങ്ങനെയുള്ള വ്യക്തികളാണ് അൽ മുതമരിദീൻ അലാ ശറാഇഹ, ആ സമൂഹത്തിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ശരീഅത്തുകളൊക്കെ അവഗണിക്കുന്ന, അതിനെ പരിഗണിക്കാതെ അതിനോടൊക്കെ എതിരെ നിൽക്കുന്ന ആ വ്യക്തികളോടൊക്കെ ആ സമൂഹം പ്രതിഷേധം രേഖപ്പെടുത്തും. അങ്ങനത്തെ ആ ഒരു സമൂഹത്തിനെതിരായിട്ട് വർദ്ധത്തിൽ ഹാനി നിലപാട് ഉറപ്പിച്ചതിൻ്റെ രഹസ്യം എന്താണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ. എങ്ങനെയാണ് ആ വ്യക്തികൾക്കെതിരെ ഈ സമൂഹം പ്രതിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അവരെ എതിർക്കുന്നത് എങ്ങനെയാണ്? ഖബ്ല അൻ തസ്തഫ്ഹിസ ദവാഇ തമറുദിഹിം, അവർ പരിശോധിക്കാതെ, ഖബ്ല അൻ തസ്തഫ്ഹിസ, അവർ പരിശോധിക്കുന്നതിന് മുമ്പ് ദവാഇ തമറുദിഹിം, അവർ എന്തുകൊണ്ടാണ് ഈ നിയമങ്ങളെ ശരീഅത്തിനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മതപരമായ നിയമങ്ങളോട് കൂറ് പുലർത്താത്തത്, അതിനോട് യോജിക്കാത്തത് എന്താണ് എന്നുള്ള ആ ഒരു വാദങ്ങളുടെ ആ തമറുദിൻ്റെ എതിരായി നിൽക്കുന്നതിൻ്റെ പ്രേരകങ്ങൾ എന്താണ് എന്നൊന്നും പരിശോധിക്കാതെ ആ ഒരു വ്യക്തികൾക്കെതിരെ ഈ സമൂഹം പ്രതിഷേധിക്കും, അവർക്കെതിരെ എതിരായി നിൽക്കും ഒക്കെ ചെയ്യും. അങ്ങനത്തെ ആ സമൂഹത്തിനെതിരെ വർദ്ധത്തിൽ ഹാനി നിലപാട് ഉറപ്പിച്ചതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. പിന്നെ റഅയ്തു റൂഹൻ വാഹിദ, ഞാനവിടെ കണ്ടു, ഓദർ പറയാം, റഅയ്തു ഞാൻ കണ്ടു, റൂഹൻ വാഹിദ, ഒരൊറ്റ ആത്മാവിനെ, സമവിയ എന്നാൽ ദൈവികമായ ഒരൊറ്റ ആത്മാവിനെ ഞാൻ അവിടെ കണ്ടു. മുതമസ്സിലത്തിന് അമാമി, എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ബിജസദൈൻ, രണ്ട് ശരീരങ്ങളിലായിട്ട്, അവർ രണ്ട് ശരീരങ്ങളിലായിട്ട് നിൽക്കുന്ന എൻ്റെ മുമ്പിൽ രണ്ട് ശരീരങ്ങളായി നിൽക്കുന്ന ഒരൊറ്റ ദൈവികമായ ആത്മാവിനെ ഞാൻ അവിടെ കണ്ടു. യുജ്മിലുഹുമ അശ്ശബാബു, ആ യുവത്വം ആ രണ്ട് ശരീരങ്ങളെ ഇങ്ങനെ ഭംഗിയാക്കുന്നു. വൈസർബിലുഹുമ ലിത്തിഹാദു, അതുപോലെ ഐക്യം അവരെ ഇങ്ങനെ സ്വതന്ത്രരാക്കി വിടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. വഖദ് വഖഫ ബൈനഹുമ ഇലാഹുൽ ഹുബ്ബി, ആ രണ്ട് വ്യക്തികളുടെയും ഇടയിൽ നിൽക്കുന്നു ഇലാഹുൽ ഹുബ്ബി, സ്നേഹത്തിൻ്റെ ദേവത. ബാസുദൽ ജനാഹിഹി, അതിൻ്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട്, ലിയഹ്മിയഹുമ, അവർ രണ്ടുപേരെയും സംരക്ഷിക്കാൻ വേണ്ടി. മിൻ ലൗമിൻ നാസി തഅനീഫിഹിം, ജനങ്ങളുടെ ആക്ഷേപങ്ങളിൽ നിന്നും അവരുടെ ചീത്തവിളികളിൽ നിന്നൊക്കെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്നേഹത്തിൻ്റെ മാലാഖ അവർ രണ്ടുപേർക്കും മുകളിൽ ചിറക് വിരിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഓദർ പറയുന്നത് വജത്തു അത്തഫാഹുമ അൽ കുല്ലി, വജത്തു ഞാൻ എത്തിച്ചു അത്തഫാഹും അൽ കുല്ലി, പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, പൂർണ്ണമായും ഒരു ധാരണയിലുണ്ടാവൽ, രണ്ടുപേരും പൂർണ്ണമായും മനസ്സിലാക്കൽ. മുൻബഇസൻ മിൻ വജ്ഹൈനി ഷഫാഫൈൻ, ശോഭിച്ചു നിൽക്കുന്ന രണ്ട് മുഖങ്ങളിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ ഒരു രണ്ടുപേരെയും മനസ്സിലാക്കൽ, എനിക്ക് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. യുനീറുഹുമ അൽ ഇഖ്ലാസ്, അവർ രണ്ടുപേരെയും പ്രകാശിപ്പിക്കുന്നത് നിഷ്കളങ്കതയാണ്. വയുഹീതു ബിഹിമ അത്തുഹുറു, പരിശുദ്ധിയാണ്. അവർ രണ്ടുപേരെയും ചുറ്റി നിൽക്കുന്നത് പരിശുദ്ധിയാണ്. അതുപോലെ അവർ രണ്ടുപേരെയും പ്രകാശിപ്പിക്കുന്നത് അവരുടെ നിഷ്കളങ്കതയാണ്. എന്നിട്ട് പറയുന്നത് വജത്തു ലി മറത്തിൻ ഫി ഹയാത്തി ത്വയ്ഫ സആദതി, വജത്തു ലി മറത്തിൻ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് എത്തിച്ചു ത്വയ്ഫ സആദതി, ഈ വിജയത്തിൻ്റെ രൂപങ്ങളെ, വിജയത്തിൻ്റെ കോലങ്ങളെ ഞാൻ എത്തിച്ചു. മുന്തസിബൻ ബൈന റജുലിൻ വംറഅത്തിൻ, ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇടയിൽ ഇങ്ങനെ നാട്ടി വെച്ചതായിട്ട് എനിക്ക് സ്നേഹത്തിൻ്റെ കോലത്തിന് ഞാൻ എത്തിച്ചു. യർദുലുഹുമ അദ്ദീനു, മതം അവരെ ആ രണ്ട് റജുലിനെയും പുരുഷനെയും സ്ത്രീയെയും
ഒഴിവാക്കുന്നു, അവരെ ഉപേക്ഷിക്കുന്നു. വതമ്പതുഹുമ ശരിയാത്ത് ശരിയാത്ത് അവർ വലിച്ചെറിയുകയും ചെയ്യുന്നു. അപ്പോൾ ശരിയാത്തിന് ആവശ്യമില്ലാത്ത, മതത്തിന് ആവശ്യമില്ലാത്ത ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ഇടയിൽ സ്നേഹം, ഇങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കോലം ഇങ്ങനെ നേരെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഓദർ പറയുന്നു. എന്നിട്ട് വബഅദഹുനൈഹത്തിൻ, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വഖഫ്തു, ഞാൻ എണീറ്റ് നിന്നു. ഓദർ പറയും, ഞാൻ എണീറ്റ് നിന്നു. വവദ്ദഅതുഹുമാ, ഞാൻ അവർ രണ്ടുപേരുടെ യാത്ര പറഞ്ഞു. മുദ്ഹിറൻ ബിഗൈരിൽ കലാമി, മുദ്ഹിറൻ പ്രകടമാക്കിക്കൊണ്ട്, ബിഗൈരിൽ കലാമി സംസാരിക്കാതെ പ്രകടമാക്കിക്കൊണ്ട്, ഇസിറാത്തി നഫ്സി, എൻ്റെ നഫ്സിലുണ്ടായ സ്വാധീനങ്ങളെ, അവരുടെ സംസാരങ്ങളും അവരുടെ ആ പ്രകടനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വാക്കുകളിലൂടെ അല്ലാതെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്ത് അവരോട് യാത്ര പറഞ്ഞു. ഖറജ്തു മിൻ ദാലിക്കൽ മൻസിൽ, ഞാൻ ആ വീട്ടിൽ നിന്ന്, അൽ ഹഖീർ, ആ ഒരു പൊളിഞ്ഞ, ആ ഒരു നിസ്സാരമായ ചെറിയ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി, ഞാൻ പുറപ്പെട്ടു. അല്ലതി, എങ്ങനെയുള്ള വീടാണ്, ജഅലതുഹുൽ അവാതിഫു ഹൈക്കലൻ ലിൽ ഹുബ്ബി വൽ വിഫാഖ്, യോജിപ്പിനും സ്നേഹത്തിനുമുള്ള ഒരു ക്ഷേത്രമാക്കി. അവരുടെ സ്നേഹം, ജഅലതുൽ അവാതിഫു, അവർ രണ്ടുപേരുടെയും ആ സ്നേഹവും വാത്സല്യവും ഒക്കെ ആ വീടിനെയാക്കി, ഹൈക്കലൻ ഒരു ക്ഷേത്രമാക്കി, ലിൽ ഹുബ്ബി വൽ വിഫാഖ്, സ്നേഹത്തിനും യോജിപ്പിനുമുള്ള ഒരു ക്ഷേത്രമാക്കി അവരെ, ആ വീടിന് അത് മാറ്റി എന്നാണ് പറഞ്ഞത്. വസിർത്തു ബൈന തിൽക്കൽ ഖുസൂർ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ ആ കൊട്ടാരങ്ങൾക്കിടയിലൂടെയൊക്കെ സഞ്ചരിച്ചു. ആ വർദ്ധത്തിൽ ഹാനി നേരത്തെ ഒരു ജനാലയുടെ ഉള്ളിൽ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറച്ച് കൊട്ടാരങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ ആ കൊട്ടാരങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു. വൽ മനാസിൽ, ആ വീടുകളുടെ ഇടയിലൂടെ ഞാൻ സഞ്ചരിച്ചു. അല്ലത്തി, എങ്ങനെയുള്ള വീടുകളാണ്, അൽഹറത്ത് ലി ഖഫായഹ അസയ്യിദത്തു വർദ്ധതു, അൽഹറത്തിലി, എനിക്ക് വെളിവാക്കി തന്നിരുന്നു, ഖഫായഹ, ആ വീടുകളുടെയും കൊട്ടാരങ്ങളുടെയൊക്കെ രഹസ്യങ്ങളെ, അസയ്യിദത്തു വർദ്ധതു, വർദ്ധത്തുൽ ഹാനി എനിക്കതിനെ വ്യക്തമാക്കി തന്നിരുന്നു. മുഫക്കിറൻ, ഞാൻ നടന്നത് എങ്ങനെയാണ്, മുഫക്കിറൻ ചിന്തിച്ചുകൊണ്ട്, ബിഹദീസിഹ, അവളുടെ സംസാരങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അവയ്ക്കിടയിലൂടെ നടന്നു പോയത്. അതുപോലെ വബികുല്ലുമാ യന്തുവി തഹ്തഹു മിനൽ മബാദിഇ വന്നതായിജ്, അവക്ക് വബികുല്ലുമാ യന്തുവി തഹ്ത, ആ സംസാരങ്ങൾക്ക്, വബികുല്ലുമാ യന്തുവി തഹ്തഹു മിനൽ മബാദിഇ വന്നതായിജ്, അവളുടെ സംസാരങ്ങൾക്ക് താഴെ ഉണ്ടായിരുന്ന തുടക്കങ്ങളും, ചില സംഭവങ്ങളുടെ തുടക്കങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അവക്കിടയിലൂടെ നടന്നത്. വലാക്കിൻ, എങ്കിലും ഞാൻ ലം അബ്ലുഗ അത്റാഫ ദാലിക്കൽ ഹയ്യ്, ആ ഒരു സ്ട്രീറ്റിൻ്റെ, ആ ഒരു തെരുവിൻ്റെ എല്ലാ ഭാഗങ്ങളെയും എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഹത്ത, അപ്പോഴേക്കും തദക്കർത്ത് റഷീദ് ബിൻ ഉമാൻ, എനിക്ക് റഷീദ് ബിൻ ഉമാനെ ഞാൻ ഓർത്തു, അദ്ദേഹത്തെ എനിക്ക് ഓർമ്മ വന്നു. ഫതമസ്സലത്തിൽ ബസ്വീറത്തി ലൗഅത ഖനൂദിഹി, ഫതമസ്സലത്തിൽ ബസ്വീറത്തി, എൻ്റെ ഉൾക്കാഴ്ചയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. ലൗഅത ഖനൂദിഹി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷമയുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കതയുടെ, അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെ ആ ഒരു ചൂട്, അതിൻ്റെ ഒരു ലൗഅത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹർക്കത്തുൽ ഹുസ്ൻ എന്ന് പറയും, സ്നേഹത്തിൻ്റെ ചൂട് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷമയുടെ തോതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. ഈ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ക്ഷമയുടെയൊക്കെ ഒരു തോത് എൻ്റെ മനസ്സിലേക്ക് രൂപപ്പെട്ടു വന്നു. ഫഖുൽതു ഫി ദാതി, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഹുവ തഅസിൻ മഗ്റൂം, അദ്ദേഹം ഹതഭാഗ്യനായ ഒരു ആക്രമിക്കപ്പെട്ട ആളാണോ, ഈ വർദ്ധത്തിൽ ഹാനിയാൽ ആക്രമിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനായ ആളാണോ റഷീദ് ബിൻ ഉമാൻ. വലാക്കിനെങ്കിലും ഹൽ തസ്മഉഹു സമാഉ, ആകാശം അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തെ കേൾക്കുമോ. ഇതാ വഖഫ അമാമഹ, അദ്ദേഹം ആകാശത്തിന് മുമ്പിൽ നിന്നാൽ, ദൈവത്തിന് മുമ്പിൽ അദ്ദേഹം ചെന്ന് നിൽക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമോ. മുതവല്ലിമൻ ഷാക്കിയൻ വർദ്ധത്തുൽ ഹാനി, വർദ്ധത്തുൽ ഹാനിയെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് ആക്രമിക്കപ്പെട്ടവനായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കുമോ. ഇപ്പോൾ ഈ വർദ്ധത്തുൽ ഹാനിൻ്റെ വർത്തമാനങ്ങളൊക്കെ കേട്ടപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇപ്പോൾ വർദ്ധത്തുൽ ഹാനി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതല്ലോ, അപ്പം ഇനി റഷീദ് ബിൻ ഉമാൻ ദൈവത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ദൈവത്തിനോട് അദ്ദേഹം വർദ്ധത്തുൽ ഹാനിയെക്കുറിച്ച് പരാതി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി ദൈവം കേൾക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ ഹൽ ജനത അലൈഹി തിൽക്കൽ മർ, ആ വർദ്ധത്തുൽ ഹാനി എന്ന് പറയുന്ന ആ പെണ്ണ് ഇദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടോ. എന്തമാ തറക്കതുഹു, അവൾ ഉപേക്ഷിച്ചപ്പോൾ, ഇയാളെ ഉപേക്ഷിച്ച് വേറെ ആളുടെ കൂടെ പോയപ്പോൾ അവൾ ഇയാളോട് ചെയ്തത് അക്രമമാണോ, റഷീദ് ബിൻ ഉമാനോട് ചെയ്തത് അക്രമമാണോ. റഷീദ് ബിൻ ഉമാനോട് ചെയ്തത് അക്രമമാണോ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഇയാളുടെ മനസ്സിൽ വന്നിട്ടുള്ള ചോദ്യം അതാണ്. വമൻ ഹുവ ഹൽ
പിന്നെ അതുപോലെ ഹൽ ജനത്തെ അലിഹി ദിൽക്കൽ മർ ആ വർദ്ധദ്രഹാനി എന്ന് പറഞ്ഞ പെണ്ണ് ഇദ്ദേഹത്തോട് അക്രമം കാണിച്ചിട്ടുണ്ടോ? എൻ്റെ മതറക്കതുഹു ഒത്തബഅത് ഹുരിയത്ത് നഫ്സിഹ, അവളുടെ സ്വാതന്ത്ര്യത്തെ പിന്തുടർന്നുകൊണ്ട് പിന്നെ റഷീദ് ബിൻ നുഅ്മാൻ ഉപേക്ഷിച്ചു പോയപ്പോൾ അവൾ ഇദ്ദേഹത്തോട് ചെയ്തത് അക്രമമാണോ? അല്ലെങ്കിൽ അംഹുവല്ലതി ജനാലിഹ, റഷീദ് ബിൻ നുഅ്മാൻ അവളോടാണോ അക്രമം കാണിച്ചത്? എൻ്റെ ജസദഹ, അദ്ദേഹം ഇവളുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തിയപ്പോൾ, ബിസിവാജ് വിവാഹം കൊണ്ട് ഇവളുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തിയപ്പോൾ റഷീദ് ബിൻ നുഅ്മാൻ ഇവളോടാണോ അക്രമം കാണിച്ചത്? എപ്പോൾ? ഖബ്ല അൻ യസ്തമീല റൂഹഹ ബിൽ മഹബ്ബ, അവളുടെ ആത്മാവ് സ്നേഹത്തിലേക്ക് ചായുന്നതിന് മുമ്പേ അവളുടെ ശരീരത്തെ വിവാഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ റഷീദ് ബിൻ നുഅ്മാൻ ചെയ്തതാണോ അക്രമം? അതല്ല വർദ്ധത്തുൽ ഹാനി ചെയ്തത് തന്നെയാണോ അക്രമം എന്നാണ് പിന്നെ ഓദർ ചോദിക്കുന്നത്. പിന്നെ പറയാൻ ഫമൻ ഹുവ അല്ലാലിം മിനൽ ഇസ്നൈൻ, ഈ വർദ്ധത്തുൽ ഹാനി, റഷീദ് ബിൻ നുഅ്മാൻ, ഈ രണ്ടാളുകളിൽ ആരാണ് അക്രമി? വമൻ ഹുവൽ മസ്ലൂം, ആരാണ് ആക്രമിക്കപ്പെട്ട ആൾ? വമൻ ഹുവൽ മുജ്രിം, ആരാണ് കുറ്റവാളി? വമൻ ഹുവൽ ബരീഉ, ആരാണ് നിരപരാധി? യാ തുറ, ജനങ്ങളെ, ആരാണ് ഇവർ രണ്ടുപേരിലും അക്രമി അല്ലെങ്കിൽ ആരാണ് നിരപരാധി എന്നൊക്കെ ഇയാൾ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. സുമ്മ പിന്നെ ഓദർ പറയാണ് സുമ്മഅത്തു ഖായിലൻ, പിന്നെ ഞാൻ മടങ്ങി ഖായിലൻ നിദാത്തി, എൻ്റെ നഫ്സിനോട് തന്നെ പറഞ്ഞുകൊണ്ട്, മുസ്തഫ്തിയൻ അഖ്ബാറുൽ അയ്യാമി, ആ ദിവസത്തെ നടന്ന സംഭവങ്ങളിലൊക്കെ ഒരു പിന്നെ വിശദീകരണം എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോന്നു. പിന്നെ മുസ്തഖ്ഫിയൻ ഹവാദിസഹ, ആ സംഭവങ്ങളൊക്കെ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട്, അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്ത് പറഞ്ഞുകൊണ്ട്? സുമഅത്തു ഖായിലൻ ലിദാത്തി മുസ്തഫ്തിയൻ അഖ്ബാറുൽ അയ്യാമി, ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ, മുസ്തഖ്ഫിയൻ ഹവാദിസഹ, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇനി വരാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു, അവിടുന്ന് മടങ്ങി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്താണ്? കിസിറം മാബാഹൽ ഖുറൂർ ലിന്നിസാഇ അൻ യത്റുകന റിജാലഹുന്ന അൽ ഫുഖറാ, കിസിറം മാബാഹൽ ഖുറൂർ, വഞ്ചന അനുവദനീയമാക്കിയ അതേ കാര്യങ്ങളും, ലിന്നിസാഇ പെണ്ണുങ്ങൾക്ക് അനുവദനീയമാക്കിയ അതേ കാര്യങ്ങളും എന്താണ്? അൻ യത്റുകന റിജാലഹുന്ന അൽ ഫുഖറാ, അവരവരുടെ ദരിദ്രരായ പുരുഷന്മാരെ ഒഴിവാക്കി പോവുക എന്നുള്ളതാണ്. വയതഅല്ലഖന ബിറിജാലിൽ അഗ്നിയാ, അതുപോലെ പിന്നെ സമ്പന്നരായ ആളുകളോട് കൂടി ചേരുക എന്നുള്ളതുമാണ് സാധാരണയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വഞ്ചന എന്നുള്ള രൂപത്തിലൂടെ പെണ്ണുങ്ങൾ അധികം ചെയ്യൽ അവരുടെ ദരിദ്രരായ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചുകൊണ്ട് സമ്പന്നരായ വേറെ ആണുങ്ങളുടെ കൂടെ പോക്കാണ് ചെയ്യൽ. പക്ഷേ എന്നെ ഷംഫുൽ മർഅതി ബിബഹ്റജത്തിൽ മലാബിസി, വസ്ത്രങ്ങളുടെ പ്രൗഢിയോടുള്ള ഒരു പെണ്ണിൻ്റെ ആഗ്രഹം, വനഅമത്തിൽ ആയിഷ, പല ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളോടുള്ള ഒരു പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾ, യഅമി ബസ്വറത, അവളുടെ ഉൾക്കാഴ്ചയെ അത് അന്തമാക്കുന്നു. എന്നിട്ട് വയഖുദുഹ ഇലൽ ആരിവൽ ഇൻഹിത്വാത്ത്, അവളെ ഒരു തകർച്ചയിലേക്കും അതുപോലെ ന്യൂനതയിലേക്കൊക്കെ നയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു പെണ്ണിന് യഥാർത്ഥത്തിൽ അറിവില്ലാതിരിക്കുമ്പോൾ, അവൾ എന്താണ് യഥാർത്ഥ സ്നേഹം എന്നൊന്നും അറിയാതിരിക്കുമ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ, വസ്ത്രങ്ങളിലും അല്ലെങ്കിൽ ഭൗതികമായ സുഖസൗകര്യങ്ങളിലൊക്കെയാണ് അവൾക്ക് പ്രാധാന്യം എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യും, വലിയ അങ്ങനത്തെ സൗകര്യമുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകും. പക്ഷേ അവിടെയാണ് ശരിക്കും വഞ്ചന വരുന്നത്. അപ്പോൾ അവൾ തകർച്ചയിലേക്കാണ് ചെന്ന് ചേരുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹവും ഒക്കെ ഉള്ള ഇടങ്ങൾ അന്വേഷിച്ചാണ് ഒരു പെണ്ണ് പോകേണ്ടത് എന്നാണ് ഓദർ പറയുന്നത്. ഫഹൽ കാനത്ത് വർദ്ധത്തുൽ ഹാനി മഖറൂറത്തുൻ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർദ്ധത്തുൽ ഹാനി, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു അഭിപ്രായം അനുസരിച്ച് ഫഹൽ കാനത്ത് വർദ്ധത്തുൽ ഹാനി മഖറൂറത്തുൻ, വർദ്ധത്തുൽ ഹാനി വഞ്ചിക്കപ്പെട്ടവളാണോ? വത്വാമിഅത്തുൻ ഇൻദമാ ഖറജത് മിൻ ഖസ്രി റജുലിൻ ഗനിയ്യിൻ മുഫ്ഇമിൻ ബിൽ ഹിലാ വൽ ഹുലൽ വരിയാശ് വൽ ഖിദം, അതുപോലെ വത്വാമിഅത്തുൻ, അവളിങ്ങനെ ആഗ്രഹിച്ചു പോയവളുമാണോ? ഇൻദമാ ഖറജത് മിൻ ഖസ്രി റജുലിൻ ഗനിയ്യിൻ, സമ്പന്നനായ ഒരു പുരുഷൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവൾ പുറപ്പെട്ടപ്പോൾ, റഷീദ് ബക്ക് എന്ന് പറയുന്ന സമ്പന്നനായ ഒരു പുരുഷൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നപ്പോൾ അവൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടവളായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ? മുഫ്ഇമൻ ബിൽ ഹിലാ വൽ ഹുലൽ, നല്ല വസ്ത്രങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട ആ ഒരു വീട്ടിൽ നിന്നൊക്കെ അവൾ പുറത്ത് വന്നപ്പോൾ അവൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടവളാണ്. വരിയാശുവിൽ ഖദം, അതുപോലെ നല്ല അലങ്കാരങ്ങളിൽ നിന്നും നല്ല ഒരുപാട് സേവകരൊക്കെയുള്ള ആ വീട്ടിൽ നിന്ന് അവൾ പുറത്ത് വന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടവളാണോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇലാ കൂഖി റജുലിൻ ഫഖീരിൻ, ഒരു ദരിദ്രനായ ഒരു പുരുഷൻ്റെ പിന്നെ കൂരയിലേക്ക് അവൾ പോവുകയും ചെയ്തു. ലാ യൂജദു ഫീഹി, ആ കൂരയിൽ അവളെ ആ കൂരയിൽ എത്തിക്കപ്പെടുകയില്ല. സിവ സുഫിൻ മിനൽ കുതുബിൽ ഖദീമ, ഒരുപാട് പഴയ പുരാതനമായ പുസ്തകങ്ങളുടെ നിരകളല്ലാതെ ആ വീട്ടിലൊന്നും എത്തിക്കൂല. അപ്പോൾ സമ്പന്നമായ ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീട്ടിൽ നിന്നും ഇത്രയും നിന്ദ്യമായ വെറും പുസ്തകങ്ങൾ മാത്രമുള്ള, ഒരുപാട് പഴകിയ പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു കൂരയിലേക്ക്
അവൾ പോയപ്പോൾ യഥാർത്ഥത്തിൽ അവൾ വഞ്ചിക്കപ്പെടുകയായിരുന്നോ, അതല്ല അവളുടെ ഭാഗത്ത് ശരിയായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് ഓതർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് തന്നെ ഗസ് ചെയ്യാവുന്നതാണ്. ഇനി ഓതർ പറയുന്നത് നമ്മൾ ഗസ് ചെയ്ത അതേ രൂപത്തിലുള്ള ഉത്തരമാണോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.